മാതാപിതാക്കളുടെ കാര്യങ്ങൾ നിറവേറ്റാൻ വരും തലമുറയ്ക്ക് സാധിക്കട്ടെ. അവൻ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. സൗദിയിൽ ജോലിയുള്ള അവൻ്റെ അച്ഛൻ അവനെയും സൗദിയിലേക്ക് കൊണ്ടുപോയി. അച്ഛൻ എന്നും ജോലിക്ക് പോകേണ്ടിയിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് എയർപോർട്ടിൽ ചെന്ന് അവനെ കൊണ്ടുപോയത്. അച്ഛൻ നേരത്തെ ക്രമീകരണം ചെയ്ത പ്രകാരം അവന് താമസിയാതെ തന്നെ ഒരു ജോലിയും താമസിക്കാൻ ഒരു റൂമും ലഭിച്ചു. എന്നാൽ ജോലി ചെയ്യുവാനുള്ള ഇക്കാമ ലഭിക്കുന്നതിന് അല്പം വൈകി. ആ ദിവസങ്ങളിൽ ആ ഒറ്റമുറിയിലെ ജീവിതം അവന് വളരെ ദുസ്സഹമായി തോന്നി. തന്നിമിത്തം തിരികെ നാട്ടിലേക്ക് പോകുവാൻ താൽപ്പര്യപ്പെട്ടു. വേഗത്തിൽ ഒരു ടിക്കറ്റ് എടുക്കുവാൻ അച്ഛൻ്റെ സുഹൃത്തിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അവൻ സൗദിയിലെത്തിയ ആദ്യത്തെ വെള്ളിയാഴ്ച അച്ഛൻ അവൻ്റെ മുറിയിലേക്ക് വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് രാവിലെയും കൂടി ഒരു ജോലി ചെയ്യേണ്ടിയിരുന്നു. തന്നിമിത്തം അദ്ദേഹം എത്തുവാൻ വൈകി. അതിനാൽ അച്ഛൻ്റെ റൂമിലേക്ക് തന്നെ കൊണ്ടുപോകുവാൻ അവൻ അച്ഛൻ്റെ സുഹൃത്തിനെ നിർബന്ധിച്ചു. അവർ അച്ഛൻ താമസിക്കുന്നിടത്തേക്ക് ചെന്നു. അപ്പോഴാണ് ഇത്ര നാളും അച്ഛൻ താമസിച്ചിരുന്നത് 8 പേർ താമസിക്കുന്ന ഒരു മുറിയിലാണെന്നും നിന്നു തിരിയുവാൻ പോലും ഇടമില്ലാത്ത ആ മുറിയിൽ ദീർഘകാലം താമസിച്ച് വളരെ കഷ്ടപ്പാടുള്ള ജോലി ചെയ്താണ് കുടുംബത്തെ പരിപാലിച്ചിരുന്നതെന്നും അവൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ മകൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ വേഗം നാട്ടിലേക്ക് പോകണം. ഇനിയും അച്ഛൻ ഇവിടെ കഷ്ടപ്പെടേണ്ട. പകരം ഞാൻ ജോലി ചെയ്തു കൊള്ളാം. മക്കളെ വളർത്തുന്നതിന് മാതാപിതാക്കൾ സഹിക്കുന്ന ത്യാഗവും വേദനയും മനസ്സിലാക്കുവാൻ മക്കൾക്ക് പലപ്പോഴും കഴിഞ്ഞുവെന്ന് വരില്ല. ഓരോരുത്തരും അവരുടെ നിലയിൽ എത്രമാത്രം കഷ്ടം സഹിക്കുന്നു എന്നത് വേറൊരാൾക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മക്കളെ അറിയിക്കാതിരിക്കാനാണ് മിക്ക മാതാപിതാക്കളും ശ്രമിക്കുക. തങ്ങളുടെ പ്രയാസങ്ങളെക്കാൾ അധികം മക്കളുടെ സന്തോഷമാണ് അവർക്ക് വലുത്. സുഖമില്ലാതായാൽ പോലും മക്കളുടെ ആവശ്യങ്ങൾ പലരും നിരസിക്കാറില്ല. ചിലപ്പോൾ അവരുടെ ജോലി മക്കൾക്ക് അപമാനമായി തോന്നാം. തങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ജോലി ഇന്നതെന്ന് വെളിപ്പെടുത്തുവാൻ മടിക്കുന്ന എത്രയോ മക്കളുണ്ട്. അത്രമാത്രം താഴ്ന്ന ജോലി ചെയ്തും മക്കളെ കരകയറ്റുവാൻ ശ്രമിക്കുന്നവരാണ് മാതാപിതാക്കൾ. ജോലിക്കിടയിൽ തങ്ങൾക്ക് ലഭിക്കുന്ന ഭക്ഷണം കഴിക്കാതെ അത് വീടുകളിൽ കൊണ്ടുപോയി മക്കൾക്ക് കൊടുക്കുന്ന മാതാപിതാക്കൾ എത്രയധികം. പല വീടുകളിലും മക്കളെ ഊട്ടിപ്പോറ്റുന്നതിനായി പട്ടിണി കിടന്നിട്ടുള്ള അമ്മമാരുണ്ട്. പക്ഷേ ഇതൊന്നും അറിയാതെ സുഖലോലുപരായി കഴിയുന്ന മക്കളെ പല വീടുകളിലും കാണുവാൻ കഴിയും. മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി അവരെ ആദരിക്കുവാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ നിറവേറ്റുവാനും വരും തലമുറയ്ക്ക് കഴിയട്ടെ.